കൊല്ലവർഷം 1115, അതായത് 1940 കാലഘട്ടത്തിൽ ഇന്ത്യ സ്വതന്ത്രമാകുന്നതിനു മുൻപ് വീരാൻ സായു റാവുത്തർ മകൻ മുഖാരി റാവുത്തർ പണികഴിപ്പിച്ച നെയ്തല പത്തായത്തിന്റെ ചരിത്രം മുൻപൊരിക്കൽ ഞാൻ പങ്കുവച്ചതിന് പ്രകാരം കാലമുരുണ്ടും കപ്പികറങ്ങിയും അനേക വർഷങ്ങൾ നിറഞ്ഞു തുളുമ്പുന്ന ഈ കിണറിന്റെ അഭികർഷണത്തിൽ ആകൃഷ്ടരായവർ ഈ കിണറിനെ കുറിച്ച് തിരക്കിയിരുന്നു. പത്തായം പണിയുന്നതിനും 1 വർഷം മുൻപ്, അതായത് 1939 ഈ സുന്ദര കില്ലാടി ഇവിടെ കുഴിക്കപ്പെടുന്നത്. അതങ്ങനെ വെറുതെ കുഴിക്കപ്പെട്ടതല്ല, അതിന്റെ പിന്നിലൊരു വാശിക്കഥയുണ്ട്. എന്താണെന്നല്ലേ? പറയാലോ. എന്റെ സ്വന്തം കണവന്റെ മുത്തമ്പാപ്പാന്റെ പിതാവും ഈ വീടിന്റെ സ്ഥാപകനുമായിട്ടുള്ള മുഖാരി റാവുത്തറുടെ പ്രബല കാലത്താണ് ഇതിന്റെ ആദ്യോദ്യമം നടക്കുന്നത്. അന്ന് മുഖാരി റാവുത്തറുടെ പെങ്ങളും കുടുംബവും ഈ വസ്തുവിന്റെ എതിർവശം വസിച്ചു പോരവേ ആ ചുറ്റുവട്ടത്തെ വീട്ടിലെ ഏക കിണറിനെ ആശ്രയിച്ചായിരുന്നു കുടിവെള്ള ശേഖരണം നടത്തിയിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിനം അന്തിമയങ്ങിയ സമയം പെങ്ങളുകുട്ടി ഒക്കത്തൊരു കുടവുമേന്തി വെള്ളമെടുക്കാൻ പോയി. എന്നാൽ 6 മണിക്ക് ശേഷം വെള്ളമെടുക്കാൻ അനുവാദമില്ലെന്നും വേണമെങ്കിൽ നാളെ വരണമെന്നും ഇപ്പൊ വന്ന വഴി കാട്ടക്ക് പുറത്ത് എന്നും സ്ഥലത്തെ പ്രധാന കിണറുടമ അവരോട് ആക്രോശിച്ചു. കുടവുമായി കുടിനീരിന് പോയവൾ കണ്ണിലൊരു കുടം കണ്ണീരുമായി കാലിക്കുടം വീശി വീശി വീട്ടിലേക്ക് മടങ്ങുന്നത് ആങ്ങളെ കണ്ടറിഞ്ഞു. കാര്യമറിഞ്ഞ ആങ്ങളയ്ക്ക് കലി കയറി. സ്വാഭാവികം. പിന്നെ ഒന്നും നോക്കിയില്ല. കമ്പിക്കാലിൽ വിളക്ക് കത്തുമ്പോ പണിമാറി വരുന്ന 2 ആളെ കയ്യോടെ കൂട്ടി. കാലതാമസം ഏതുമേ കൂടാതെ ഇന്നീ കാണുന്നിടത്ത് കിണറിന് സ്ഥാനം കണ്ട് തുടർന്ന് 3 ദിവസം കിണർ കുത്തിക്കൊഴിച്ച് ചെങ്കൽ ചൂളയിലെ ചുടുകട്ട കൊണ്ട് ചുറ്റും കെട്ടി ചന്തം വരുത്തി ഇമ്മട്ടിലാക്കി. ഒരിറ്റ് ദാഹജലത്തിനായി ഇവിടെ എത്തുന്നവർ ഒരിക്കലും വെള്ളം കിട്ടാതെ മടങ്ങരുതെന്നും നേരവും കാലവും നോക്കാതെ ആർക്കും എപ്പോഴും ഈ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാമെന്നും ചെറിയ തോതിൽ ഒരു വിളംബരവും അങ്ങേര് നടത്തി. അറ്റ വേനൽ എത്ര വന്നുപോയി, നട്ടുണങ്ങി കട്ടകൾ എത്ര വിണ്ടുപോയി, എന്നിട്ടും ഇന്നോളം വറ്റാതെ വരളാതെ ഈ ആണ്ടിൽ 87 തികയുന്ന നമ്മുടെ നെയ്തല പത്തായത്തിലെ ഈ ദാഹശമിനി തനിക്ക് ജന്മം നൽകിയ ആളുടെ വാശി അപ്പാടെ നെഞ്ചേറ്റി പാലക്കാടൻ ചൂടിനെ പുല്ലുപോലെ എതിർത്ത് നിറവോടെ ഇന്നും ഈ ഭൂമിയുടെ മാറിൽ താഴ്ന്നു കിടക്കുന്നു. ഇനിയിപ്പൊ കൂടുതൽ പറഞ്ഞ് ഞാൻ ഈ കിണർ വറ്റിക്കണില്ല. നോക്കടി കരിങ്കണ്ണി എന്ന ചാത്ത സൂക്തം സ്വയം സ്വീകരിച്ച് ഈ പരിപാടിക്ക് ഞാൻ ഇവിടെ തിരശ്ശീലയിടുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ഇറ്റ്സ് മീ ഹസീന ഫ്രം എറാസ് കാസിൽ.